ഏകദേശം 8 മണിയോടുകൂടി തന്നെ ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം വീട്ടിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലായിടത്തും ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ നിരവധിയായിട്ടുള്ളവർ പലയിടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലായി ഇത്തരത്തിൽ ലോറി ഡ്രൈവർമാരും നാട്ടുകാരായിട്ടുള്ളവർ അങ്ങനെയുള്ളവരെല്ലാം തന്നെ സംഘടിച്ച് പലയിടങ്ങളിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടങ്ങളിലൊന്നും തന്നെ വാഹനങ്ങൾ നിർത്തുകയോ അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ട അവസരങ്ങളോ ഇല്ല. പക്ഷെ എങ്കിൽ കൂടി അവർക്ക് ഈ വാഹനം കടന്നു പോകുന്നത് ഒരു നോക്കെങ്കിലും ഈ വാഹനത്തെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോവുക 8 മണിയോട് കൂടിയാണ് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തിക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിൽ 8 മണിക്ക് കണ്ണാടിക്കലിലെ വീട്ടിലെത്താൻ എത്തുന്നതിനാവശ്യമായിട്ടുള്ള ആ ഒരു സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസും അതിനു പുറമെ കർണാടകയിൽ നിന്ന് തന്നെ ഈ വാഹനത്തെ അനുഗമിച്ചെത്തിയിട്ടുള്ള പോലീസ് വാഹനം ഉൾപ്പെടെയുള്ളവർ ഇതിനോടൊപ്പമുണ്ട്. അതിനു പുറമെ MLAയും കർണാടക മുതൽ തന്നെ ഇതിൻ്റെ ഭാഗമായി ഈ യാത്രയെ അനുഗമിച്ചുകൊണ്ട് എത്തുന്നുണ്ട്. നമുക്ക് അർജുൻ കല്യാൺ എന്തായാലും ആ യാത്ര തുടരുകയാണ്. അർജുൻ തൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്കുള്ള ആ ഒരു അവസാന യാത്ര തുടരുകയാണ്. ഒരുപക്ഷെ ഈ വഴികളിലൂടെയൊക്കെ ആയിരുന്നു അർജുൻ്റെ യാത്രകൾ ഉണ്ടായിരുന്നത്. ഷിരൂരിലേക്കൊക്കെ അവസാന യാത്ര നടത്തിയതും ഈ വഴികളിലൂടെ. ആ വഴിയിലൂടെ തന്നെ തിരിച്ച് തൻ്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക്, കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് അർജുൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ കല്യാൺ ഇനിയിപ്പോൾ പുളാടിക്കുന്ന് നഗരാതിർത്തിയിൽ വെച്ചിട്ട് അവിടെ നിന്നാണല്ലോ ഈ ഒരു വിലാപയാത്ര തുടങ്ങുന്നത്. അവിടേക്ക് എത്താൻ എത്ര സമയമെടുക്കും? ഇപ്പോൾ ഇതുവരെ കൃത്യസമയം തന്നെ പാലിച്ചു പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എത്രത്തോളം സമയമെടുക്കുമായിരുന്നു അവിടെ നിന്ന് വിലാപയാത്ര തുടങ്ങുന്നിടത്തേക്ക് എത്താൻ? ശ്രുതി, കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിലാപയാത്ര മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു തരത്തിൽ പോലും സമയനിഷ്ഠതയില്ലാത്ത രീതിയിലുള്ള ഒരു യാത്രയല്ല. കൃത്യമായ തോതിൽ 6 മണിയോടുകൂടി തന്നെ ഈ കോഴിക്കോട് കണ്ണൂർ അതിർത്തിയായിട്ടുള്ള അഴിയൂരിൽ ഈ വാഹനം എത്തും എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയകൃത്യത പാലിച്ചുകൊണ്ട് തന്നെ 6 മണിക്ക് തൊട്ട് മുൻപായി തന്നെ, അതായത് ഒരു 5 മിനിറ്റ് മുൻപ് തന്നെ അവിടത്തേക്ക് എത്തിയിരുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ 8 മണിയോടുകൂടി എത്തും എന്നുള്ളതാണ് അറിയിച്ചത്. അപ്പോൾ ആ രീതിയിൽ തന്നെയുള്ളൊരു സമയക്രമീകരണമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ പുള്ളാടിക്കുന്നിൽ വെച്ച് ഈ വാഹന ഡ്രൈവർമാർ, ട്രക്കിൻ്റെ ഇതുൾപ്പെടെ അർജുൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ, അതിന് പുറമെ ഈ ട്രക്ക് ഡ്രൈവർമാരെല്ലാവരും തന്നെ അർജുൻ്റെ വാഹനത്തെ സ്വീകരിച്ച് മൃതദേഹം ഏറ്റുവാങ്ങി മുന്നോട്ടേക്ക് വീട്ടിലേക്ക്, കോഴിക്കോട് നഗരത്തിലേക്ക് കടക്കും. അതിനുവേണ്ടി അവിടെ നിരവധിയായിട്ടുള്ള ട്രക്ക് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കോഴിക്കോട് നഗരത്തിലേക്ക് ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടക്കും. പിന്നെ എവിടെയും അധിക സമയം ഈ മൃതദേഹം വഴിയിൽ വെക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈ ഒരു ദൂരവും സമയവും കൃത്യമായി പാലിച്ചുകൊണ്ട്, സമയകൃത്യത പരമാവധി പാലിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നത്. പലപ്പോഴും തടസ്സമായി മാറുന്നത് നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ ഇതിനോടൊക്കെ അനുബന്ധിച്ച് അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഗതാഗത പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത് പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. പോലീസ് ആ രീതിയിൽ എല്ലായിടങ്ങളിലും ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് ഈ സമയം പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആംബുലൻസ് ഇപ്പോൾ മുക്കാളി പിന്നിട്ട് കണ്ണൂക്കര എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രക്ക് ഡ്രൈവർമാരും ലോറി ഡ്രൈവർമാരും കാത്തിരിക്കുന്ന ആ സ്ഥലത്തേക്ക് വാഹനം എത്തും എന്നുള്ളതാണ്. അതൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ സ്ഥലത്തേക്ക്, ഈ വടകര മേഖലയിലേക്ക് വാഹനം, ആംബുലൻസ് എത്തും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ശരി അർജുൻ കല്യാൺ, നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക്, അതായത് പൂളാടിക്കുന്ന് നഗരാതിർത്തിയിൽ വെച്ചിട്ടാണ് വിലാപയാത്ര തുടങ്ങുന്നത്. അവിടേക്ക് പോകാം. അവിടെ സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് അർജുൻ കല്യാൺ പറയുന്നത്. എന്തായാലും അവിടെ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ അർജുനെ കാത്തിരിക്കുന്നത്?
ഏകദേശം 7:15 വിലാപയാത്രയായി ഇവിടെ എത്തുമെന്നാണ് കരുതുന്നത്. രാവിലെ 5 മണി മുതൽ തന്നെ നിരവധി ആളുകൾ ഈ പൂളാടിക്കുന്ന് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കണ്ണീർ വറ്റിയ കണ്ണാടിക്കൽ ഗ്രാമത്തിൽ, അതായത് അർജുൻ്റെ ജന്മ ഗ്രാമത്തിലേക്കാണ് ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 6 കിലോമീറ്റർ ദൂരത്തിൽ വാഹനങ്ങൾ വിലാപയാത്രയായിട്ടാണ് പോകുന്നത്. അതായത് അർജുൻ്റെ സഹപ്രവർത്തകർ, ലോറി ഉടമകൾ, ലോറി ജീവനക്കാർ, അർജുൻ്റെ ആക്ഷൻ കമ്മിറ്റിയുടെ സേവ് അർജുൻ കമ്മിറ്റിയൊക്കെ തന്നെ ഉണ്ടായിരുന്ന കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അങ്ങനെ വിവിധ വാഹനങ്ങളിലായിട്ടാണ് ഇവിടുന്ന് 6 കിലോമീറ്റർ ദൂരത്തിൽ വിലാപയാത്രയെ കണ്ണാടിക്കൽ ബസാറിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് കാൽനടയായിട്ടായിരിക്കും വീട്ടിലേക്ക് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരമാണ് വിലാപയാത്രയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. വടകരയിൽ എത്തുന്ന സാഹചര്യത്തിൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി വരികയാണ്. വാഹനങ്ങളിൽ അർജുൻ ചിത്രം അടങ്ങിയ ബാനർ ഉൾപ്പെടെ കെട്ടിയാണ് ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് പല ജില്ലക്കാരുണ്ട്, അതാണ് എടുത്തു പറയേണ്ടത്. അർജുൻ കണ്ണാടിക്കൽ ഗ്രാമത്തിൻ്റെ മകൻ മാത്രമല്ല, കേരളത്തിൻ്റെ മകനായി, സഹോദരനായി മാറിയിരിക്കുകയാണ്. ചേട്ടാ എവിടുന്നാണ് വരുന്നത്? കേരള റെസ്ക്യൂ ടീമാണ്, നസ്ര. ഇത് മൊത്തത്തിൽ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി. അതിലെ വണ്ടികളും കാര്യങ്ങളും അതിൻ്റെ സെറ്റപ്പാണ്. പല ജില്ലക്കാരുണ്ടോ? അത് മൊത്ത ജില്ലകളുണ്ട്. ഇതിൽ പല മുഖങ്ങളും നമ്മൾ ഷിരൂരിൽ കണ്ട മുഖങ്ങളാണ്. അവിടെ ഷിരൂരിൽ തിരച്ചിലിന്റെ ഭാഗമായി പോയ നിരവധി ആളുകളുണ്ട്. ഇതുപോലെ തന്നെ റെസ്ക്യൂ ഫോഴ്സിന്റെ ആളുകളൊക്കെ ഷിരൂരിൽ പോയിരുന്നു. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി P. മോഹൻ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, ഒറ്റ മനസാലെയാണ് നാട് മുഴുവൻ ഒന്നിച്ചത്. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ എത്തിച്ചേർന്ന് കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു, അവരെ ആശ്വസിപ്പിക്കാൻ സന്നദ്ധമായി. അതുപോലെ തന്നെ ആദ്യ ദിവസങ്ങളിൽ വേണ്ടത്ര ജാഗ്രത അവിടെ തെരച്ചിലിനുണ്ടായില്ല എന്ന അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആദ്യഘട്ടങ്ങളിൽ 1-2 ദിവസം. തുടർന്ന് കേരള സംസ്ഥാന ഗവൺമെന്റ് എല്ലാ നിലയിലും മുൻകൈയെടുത്ത് നല്ല നിലയിൽ കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയും ആശയവിനിമയം നടത്തുകയും എല്ലാം ചെയ്തതിനെ തുടർന്ന് നല്ല നിലയിലുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ തെരച്ചിലിനുള്ള ക്രമീകരണങ്ങളുമാണ് അവിടെ ഉണ്ടായത്. ഈ നിലയിൽ കേരളത്തിലെ സർക്കാർ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലക്കാരായ 2 മന്ത്രിമാർ, PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും, അതുപോലെ MLA മാർ, അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനാണ് ഇപ്പോൾ അർജുൻ്റെ വീട്ടിൽ എത്തി കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. എന്തായാലും മൃതദേഹം 8 മണിയോടെയായിരിക്കും വീട്ടിലെത്തിക്കുക എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കണ്ണൂക്കര പിന്നിട്ടു മടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ്. ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന് കണ്ണീരോടെ വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട്. മൃതദേഹം 8 മണിയോടെ വീട്ടിലെത്തിക്കും. കാർവാർ MLA സതീഷ് സെയിലും ഈശ്വർ മാൽപ്പയും അടങ്ങുന്ന സംഘം മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം മന്ത്രി AK ശശീന്ദ്രന്റെ മൃതദേഹം ഏറ്റുവാങ്ങി ആംബുലൻസിൽ അനുഗമിക്കുകയാണ്. ഇപ്പോൾ മാടപ്പള്ളി എത്തിയിട്ടുണ്ട് മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ്. മടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ്. സിനോജ് തോമസും ഒപ്പം അർജുൻ കല്യാടുമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ കല്യാടിലേക്ക് പോകാം ആദ്യം. അർജുൻ ഇപ്പോൾ മടപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു മൃതദേഹം എന്ന് വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എന്ന് മനസ്സിലാക്കുന്നു. യാത്ര തുടരുക തന്നെയല്ലേ? അവിടെ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണോ? വാഹനം അർജുൻ്റെ സഹോദരൻ ജിതിൻ കൂടി ആംബുലൻസിനകത്തേക്ക് കയറേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് റോഡിൽ അല്പം ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. ഈ വാഹനം കടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ജിതിൻ ഈ വാഹനത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ താമസമില്ലാതെ തന്നെ ഈ വാഹനം മുന്നോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ എന്തായാലും മടപ്പള്ളി പിന്നിട്ട് നാദാപുരം റോഡിലാണ് ഇപ്പോൾ അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നിൽക്കുന്നത്. ഇവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഈ വാഹനം മുന്നോട്ടേക്ക് എടുക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അർജുൻ്റെ സഹോദരൻ ജിതിൻ കൂടി ആംബുലൻസിനകത്തേക്ക് കയറേണ്ടതുണ്ട്, കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്